ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്താണെന്ന് അറിയും, ഇന്ന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനാണ്. അപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും LKG പഠിക്കുകയാണ്. അപ്പോൾ അവന്മാരെയും കൊണ്ട് ഫസ്റ്റ് കോമ്പറ്റീഷൻ, അവന്മാരുടെ ആദ്യത്തെ കോമ്പറ്റീഷനാണ്. പാർട്ടിസിപ്പേഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം മീറ്റിംഗ് ഒരുപാട് നേരമൊന്നുമില്ല, പിള്ളേരായതുകൊണ്ട് ഒരുപാട് നേരം പ്രസംഗങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരെ കോമ്പറ്റീഷൻ തുടങ്ങി. ഒരു പേപ്പർ തന്നാ, ഒരുത്തനാണ് ഭയങ്കര കരച്ചിൽ ഗൈസ്, അതൊന്നും ചെയ്തില്ല. ഒരുത്തൻ ഇരുന്ന് ഇഷ്ടമുള്ളത് വരച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവനൊരു വലിയ മാങ്ങ വരച്ചു ഗൈസ്, അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ ആദ്യം വരച്ചിട്ട് തന്നെ നേരെ കളറിങ് ആരംഭിച്ചേ. എനിക്കൊരു അത്ഭുതമായിരുന്നു, കാരണം അവൻ കരഞ്ഞപ്പോൾ ഇവനും ഇരിക്കും, അതും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നറിയില്ല. ഭയങ്കര കരച്ചിലും ബഹളവുമായി. പിന്നെ അതെല്ലാം കൺട്രോൾ ചെയ്ത് മത്സരം ആരംഭിച്ചപ്പോൾ ഒരാൾ ഒരു കുഴപ്പമില്ലാതിരുന്നു. എനിക്കറിയായിരുന്നു, കാരണം കൂടുതൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഇവനാണ്. അപ്പോൾ അവൻ ആ ഇൻട്രസ്റ്റ് കാണിച്ചു. അവൻ നേരെ എല്ലാ പിള്ളേരുടെ കൂടെ, കുഞ്ഞു പിള്ളേർ, ഇതൊക്കെ എൻ്റെ കുഞ്ഞു പിള്ളേർ, ഒരുപാട് സ്കൂളുകളുണ്ട് കേട്ടോ. അല്ലാതെ അവൻ്റെ സ്കൂൾ മാത്രമല്ല, പക്ഷേ അവൻ്റെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് മത്സരം. പക്ഷെ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് ഭയങ്കര വരയാണ്. ഒരുപാട് പേര് വരച്ച് പഠിച്ചിട്ട് വന്ന പോലെ ഉണ്ട്. വീടും അതുപോലെ ഒരുപാട് വീടുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മകനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവനിങ്ങനെ വലിയൊരു മാംഗോ വരച്ചിട്ട് അതിന് യെല്ലോ കളർ കൊടുക്കുകയാണ് ഗൈസ്. അവന് ക്രയോൺസ് അത്ര വശമൊന്നും ഇല്ല, അവൻ കൂടുതൽ സ്കെച്ച് വെച്ചൊക്കെയാണ് ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ക്രയോൺസും ഒക്കെ വെച്ച് വരയ്ക്കണത്. അപ്പം അങ്ങനെ അവനിരുന്ന് അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. പ്രൈസൊന്നും അല്ല ഇതിനകത്ത് മെയിൻ വിഷയം, അറ്റൻഡ് ചെയ്യുക. അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അവൻ വരയ്ക്കണുണ്ടല്ലോ, അതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. അതിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ആദ്യത്തെ മോളുണ്ടായപ്പോൾ എനിക്കിങ്ങനെയൊന്നും കൊറോണ ആ സമയമായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവന്മാരെ എല്ലാത്തിലും പങ്കെടുപ്പിച്ച് അടിപൊളിയാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ വേണ്ടാന്ന് വെച്ചില്ല, ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഭയങ്കര ഹാപ്പി. രണ്ടുപേരും കൂടി ചെയ്തിരുന്നാൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഓരോരുത്തരും ഭയങ്കര നാണോ മടിയൊക്കെ ആയിപ്പോയി. സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അതാവും മയങ്കോളൊരു വര പോലെ കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഗൈസ്, അവർ കാണാതെ. കാരണം അറിയില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ ഓർത്തത് പെയിൻറ്റിങ് ആയിരിക്കും, എന്തെങ്കിലും പടം തന്നിട്ട് കളർ ചെയ്യാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ വരച്ചിട്ട് കളർ ചെയ്യാനാണെന്ന് അറിഞ്ഞില്ല. ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു കേട്ടോ, അങ്ങനെ സ്കൂളുകളിൽ പറഞ്ഞു കൊടുത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വന്നവരും ഉണ്ടായിരുന്നേ. എന്നാലും അടിപൊളി മാംഗോ ആണ് ഗൈസ്. ഞങ്ങളുടെ മാംഗോ ഇഷ്ടപ്പെട്ടോ. അപ്പോൾ എൻ്റെ മോൻ പടം വരയ്ക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ ഒരു ഭയങ്കര ഹാപ്പി മൊമെൻ്റ് അല്ലേ ഗൈസ്. ഇത് പെട്ടെന്നാണ് അവർ വലുതായത്. അവർ സ്വന്തമായിട്ട് പടമൊക്കെ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ വരയ്ക്കുന്ന ആപ്പിളാണ് ഗൈസ്. അപ്പം അവൻ്റെ ഇഷ്ടമുള്ള ആപ്പിൾ. അങ്ങനെ അവൻ ഫ്രൂട്ട്സ് മാത്രമേ വരച്ചുള്ളൂ, കാരണം അവനെ സംബന്ധിച്ച് അവൻ അത്രയൊക്കെ അറിയുള്ളൂ. കൈയൊന്നും അങ്ങനെ എഴുതാനൊന്നും ആയില്ല, കാരണം അവർ നേഴ്സറിയിലൊന്നും പഠിച്ചിട്ടില്ല. നേരെ സ്കൂളിലാണ്. നേഴ്സറി പോയി ഒരു 2-3 മാസം പോയി. അത് അവിടെ എഴുതാനൊന്നും ആയില്ലായിരുന്നു. അതിന് മുമ്പ് വയ്യാതായി, പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവന്മാർ കൈയൊക്കെ വഴങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഞാൻ ആരും കാണാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം കളർ മാത്രം ഹെൽപ്പിങ്, അല്ലാതെ കൈ കൊണ്ട് ഹെൽപ്പൊന്നുമില്ല. ജസ്റ്റ് വരച്ചു, കുഴപ്പമില്ല, ഗ്രീൻ കറക്റ്റാണ് എന്ന് ഒരു മോട്ടിവേഷനില്ലേ, ആ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവൻ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നത് ഗൈസ്. പിള്ളേരൊക്കെ ഒത്തിരി പേര് വരയ്ക്കുന്നുണ്ട്. LKG UKG അങ്ങനെ, പിന്നെ 1, 2 അങ്ങനെ പ്രായം അനുസരിച്ച് ഇവർക്ക് മാത്രം ഇഷ്ടമുള്ളത് വരയ്ക്കാം. ബാക്കിയുള്ളവർക്ക് ഓരോ വായനയെ പറ്റിയോ അല്ല അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ മോൻ കുഞ്ഞ് സൂര്യനെയും വരച്ചു കഴിഞ്ഞു. ഇനി അവൻ ക്യാരറ്റാണ് വരയ്ക്കാൻ പോണേ. ക്യാരറ്റോട് കൂടി നമ്മുടെ വളം വരെ കഴിയും. അതാ ക്യാരറ്റ്. എന്നോട് ചോദിച്ചു ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ അങ്ങ് വരച്ചോ മോനെ, എന്ത് നോക്കാതിരിക്കുന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന സംശയം, നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അവൻ ചോദിക്കും. അവനറിയില്ലല്ലോ ഇതൊരു കോമ്പറ്റീഷനാണ്, പ്രൈസ് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ ചേർക്കണം ഗൈസ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഈ കുഞ്ഞിലേ ചെയ്യുമ്പോഴൊരു എനർജി കൂടുതലാണ്. അപ്പോൾ കുഞ്ഞിലേ ചെയ്യുമ്പോൾ അതിനൊരു പിന്നീട് വരുമ്പോൾ നമുക്ക് ചേരാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പം നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ എങ്കിൽ നോക്കുക. ഇതാണ് ഞങ്ങളുടെ ചക്കുടുവാണ്. അക്കുടു എൻ്റെ തൊട്ടടുത്ത് ഇതെല്ലാം കണ്ട് അവനെ ഉപദേശിക്കുന്നുണ്ട്. എടാ അങ്ങനെയല്ല, അങ്ങനെയാണ്. പക്ഷെ അവൻ വരയ്ക്കാനില്ല. അവന് ഞാൻ വരയ്ക്കാൻ വാങ്ങിച്ച് വെച്ച ബോർഡ് വെച്ചു, പക്ഷേ ബോർഡ് ആരും കൊണ്ടുപോയില്ല. ആരോ അതിനകത്ത് നിന്ന് പേപ്പർ എടുത്തുകൊണ്ട് പോയി ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനാണ്. പിന്നെ അതല്ലെങ്കിൽ ഞാൻ അവനെ മാറ്റിയിരുത്തി വരപ്പിച്ചേനെ ഗൈസ്. അത് നടന്നില്ല.
അതുകൊണ്ട് ഒരുപാട് പിള്ളേർ വരയ്ക്കുന്നുണ്ട് ഗൈസ്. ഒരുപാട് പിള്ളേർ വരച്ച് കഴിഞ്ഞവരൊക്കെ ടീച്ചർ വാങ്ങിച്ചുകൊണ്ട് പോകും. ബാക്കി ഒരു പിള്ളേരാണ് പുറകിലോട്ടൊക്കെ വലിയ ക്ലാസ്സിലെ പിള്ളേരാണ്. അപ്പം ഇതൊരു നല്ല മൊമെൻ്റാണ്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സന്തോഷമാണ്. കുഞ്ഞു പിള്ളേരൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇവരൊക്കെ ഭാവിയിൽ നല്ല വരയ്ക്കുമായിരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞു പിള്ളേരല്ല, അമ്മമാർ മിക്കവരും സഹായിക്കുന്നുണ്ട് കേസ്. എല്ലാം കുഞ്ഞ് വരെയെല്ലാം കഴിഞ്ഞ് കൊടുത്തത് ഞാൻ കുറച്ച് നേരം കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഏതോ ഒരു മോളെ കിട്ടി. ആ മോളുമായിട്ട് അവിടെ കിടന്ന് കളിക്കുകയാണ് കേസ്. നിങ്ങൾക്ക് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാവേ. മോളിൽ നിന്ന് കണ്ടോ, ഒരുപാട് പിള്ളേർ വരച്ചാണ്ട് അമ്മമാരൊക്കെ നോക്കിയിരിക്കുകയാണ്. ഒരു ഭയങ്കര സന്തോഷമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.